ന്യൂ വിഷൻ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എടക്കനാട് മസ്ജിദ് തൗഹീദിന്റെ ഔപചാരിക ഉദ്ഘാടനം ജനുവരി 17 ശനിയാഴ്ച അസർ നമസ്കാരത്തിന് നേതൃത്വം നൽകി വിസ്ഡം ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനി നിർവഹിച്ചു. വൈകിട്ട് 4:30 ആരംഭിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ അക്ബർ എടക്കനാട് സ്വാഗതം പറഞ്ഞു. ഹനീൻ റായിഫ് ഖിറാഅത്ത് നടത്തിയ ഉദ്ഘാടന സമ്മേളനത്തിൽ യഹിയ ഫുർഖാനി അധ്യക്ഷത വഹിച്ചു. മസ്ജിദ് വെറും ആരാധനാലയം മാത്രമല്ല, ജീവിതത്തിന് ദിശ നൽകുന്ന ആത്മീയ സാമൂഹിക കേന്ദ്രമാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സമൂഹത്തെ നന്മയിലേക്കും മൂല്യാധിഷ്ഠിത ജീവിതത്തിലേക്കും നയിക്കുന്നതിൽ മസ്ജിദുകൾക്ക് നിർണായക പങ്കുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുടർന്ന് മലപ്പുറം സൗത്ത് ജില്ലാ ഓർഗനൈസേഷൻ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് സുലമി മാറഞ്ചേരി സമകാലിക സാഹചര്യത്തിൽ മസ്ജിദിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ഉദ്ഘാടന സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ച് CPIM തവനൂർ ഏരിയ കമ്മിറ്റി അംഗം KFBM ഹനീഫ മാസ്റ്റർ, പുറത്തൂർ പഞ്ചായത്ത് 4-ാം വാർഡ് മെമ്പർ ചാലിൽ പ്രദീപ്, മുസ്ലിം ലീഗ് തവനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് M അബ്ദുള്ളക്കുട്ടി, മസ്ജിദ് സ്വഹാബ എടക്കനാട് സെക്രട്ടറി MV അലിക്കുട്ടി മാസ്റ്റർ, വിസ്ഡം ഓർഗനൈസേഷൻ സൗത്ത് ജില്ലാ സെക്രട്ടറി അബ്ദുൽ സമദ് പുറങ്ങ് എന്നിവർ സംസാരിച്ചു. ആലത്തിയൂർ ദാറുൽ ഖുർആൻ ഡയറക്ടർ നൂറുൽ അമീൻ, വിസ്ഡം ഓർഗനൈസേഷൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ഫരീദ് തിരൂർ, വിസ്ഡം മലപ്പുറം സൗത്ത് ഓർഗനൈസേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അബ്ദുൽ റസാഖ് ചേനര, വിസ്ഡം ആലത്തിയൂർ മണ്ഡലം ഓർഗനൈസേഷൻ സെക്രട്ടറി അബ്ദുൽ ഗഫൂർ തലൂക്കര എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തുടർന്ന് സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ യുവതക്ക് വഴികാട്ടാൻ മസ്ജിദ് തൗഹീദ് എന്ന വിഷയത്തിൽ റായിഫ് എടക്കനാടും, മരണം മറക്കുന്ന സമൂഹം എന്ന വിഷയത്തിൽ ഷാഫി സുബാഹിയും പ്രഭാഷണം നടത്തി. വിസ്ഡം യൂത്ത് എടക്കനാട് ശാഖ പ്രസിഡന്റ് കബീർ C പരിപാടിക്ക് നന്ദിയും അറിയിച്ചു. മസ്ജിദ് തൗഹീദ് ആത്മീയ പരിശീലനത്തിന്റെയും സാമൂഹിക നവീകരണത്തിന്റെയും കേന്ദ്രമായി പ്രവർത്തിക്കുമെന്ന് ഉദ്ഘാടനത്തോടെ സമൂഹത്തിൽ ശക്തമായ പ്രതീക്ഷ ഉയർന്നതായി സംഘാടകർ അറിയിച്ചു. ഉദ്ഘാടനത്തിന് ശേഷമുള്ള ആദ്യ വെള്ളിയാഴ്ച ജനുവരി 23 ബഹുമാന്യ പണ്ഡിതൻ ഹാരിസ് കായക്കൊടി ഖുതുബക്ക് നേതൃത്വം കൊടുക്കുമെന്ന് മസ്ജിദ് തൗഹീദ് കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു.